റജബ് മാസമായി കഴിഞ്ഞാൽ പിന്നെ റജബ് മാസത്തിന്റെ വ്യത്യസ്തങ്ങളായ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന സംസാരങ്ങളും എഴുത്തുകളും പോസ്റ്ററുകളുമൊക്കെ ധാരാളമായി പ്രചരിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു ഏകതാ രൂപമൊന്നും നമ്മൾ കാണുകയില്ല. കാരണം ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ ഫളായിലുകളാണ് റജബ് മാസത്തിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം വല്ല അടിസ്ഥാനവുമുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടാൽ ആർക്കും അതിന് യാതൊരു മറുപടിയും നൽകാനില്ല. എനിക്ക് കിട്ടിയത്, ഞാൻ കണ്ടത്, ഞാൻ കേട്ടത് ഞാൻ പ്രചരിപ്പിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല, മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ റജബ് മാസവുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠതകൾ ഈ നിലക്ക് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അക്കാലഘട്ടത്തിൽ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ, പർവ്വത സമാനരായ പണ്ഡിതന്മാർ, ഹദീസിന്റെ കിതാബുകളിലും ഹദീസുകളിലും അങ്ങേയറ്റം അവഗാഹം നേടിയ പണ്ഡിതന്മാർ, അവർ വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അൽ അസ്ഖലാനി. അദ്ദേഹത്തിന് ഒരു കിതാബ് തന്നെയുണ്ട്. ആ കിതാബിന്റെ പേര് തബ്യീനുൽ അജബ് ബിമാ വറദ ഫീ ഫദ്ലി റജബ്. റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില ആശ്ചര്യമുണ്ടാക്കുന്ന റിവായത്തുകൾ, അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്കാലുണ്ടാക്കുന്ന ചില റിവായത്തുകൾ, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ കിതാബാണ് തബ്യീനുൽ അജബ്. ഈ കിതാബിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, ശ്രദ്ധിക്കുക, ലം യരിദ് ഫീ ഫദ്ലി ശഹ്രി റജബിൻ. റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. റജബ് മാസത്തിന് മാത്രമായി ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടുള്ള ഒന്നും തന്നെ നബിയിൽ നിന്ന് വന്നിട്ടില്ല. വലാ ഫീ സിയാമിഹി. അതേപോലെ തന്നെ റജബ് മാസത്തിലെ ഇന്നാലിന്ന ദിവസങ്ങളിലൊക്കെ നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പലരും പല ദിവസങ്ങളുമാണ് പറയുന്നത്. അതിനൊന്നും തന്നെ യാതൊരു തെളിവുമില്ല. വലാ സിയാമി ഷൈഇൻ മിൻഹു മുഅയ്യൻ. മുഅയ്യനായി ഏതെങ്കിലും ഒരു ദിവസം റജബിൽ നോമ്പ് നോൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നും വന്നിട്ടില്ല. വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ. ഏതെങ്കിലും ഒരു പ്രത്യേക രാത്രിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള രാത്രി നമസ്കാരം, അതും വന്നിട്ടില്ല. ഇതിലൊന്നും തന്നെ ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. തെളിവിന് കൊള്ളാവുന്ന എന്ന് പറഞ്ഞാൽ തെളിവാക്കി പ്രവർത്തിക്കാമെന്ന് പറയാവുന്ന രൂപത്തിലുള്ള ഒന്നും തന്നെ വന്നിട്ടില്ല. കാരണം നമുക്കറിയാം, അള്ളാഹുവിന്റെ ദീനിലെ ഏതൊരു അമലും പ്രവർത്തിക്കേണ്ടത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. തെളിവിനെ ആധാരമാക്കി, തെളിവിനെ അടിസ്ഥാനമാക്കിയേ ചെയ്യാൻ പാടുള്ളൂ. ആ തെളിവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? കുറ്റമറ്റതായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു, അല്ലെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ കൽപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്ന രൂപത്തിലുള്ളതായിരിക്കണം. അങ്ങനെ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട യാതൊന്നും തന്നെ റജബ് മാസത്തിന്റെ ഫളലുമായി ബന്ധപ്പെട്ടോ അതിലെ നോമ്പുമായി ബന്ധപ്പെട്ടോ അതിലെ നമസ്കാരവുമായി ബന്ധപ്പെട്ടോ വന്നിട്ടില്ല. ശേഷം അദ്ദേഹം പറയുന്നു, വഖദ് സബഖനി ഇലൽ ജസ്മി ബിദാലിക അൽ ഇമാം അബൂ ഇസ്മാഈൽ അൽ ഹറവിയുൽ ഹാഫിൾ. എനിക്ക് മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ഹാഫിളായ അബൂ ഇസ്മാഈലുൽ ഹറവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൽ നിന്ന് ഖദ് റുവീനാഹു ബിസനദിൻ സ്വഹീഹിൻ, സ്വഹീഹായ സനദോടുകൂടി അദ്ദേഹത്തിൽ നിന്നും വമിൻ ഗൈരിഹി, മറ്റുള്ളവരിൽ നിന്നും ഇതേ കാര്യം വന്നിട്ടുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് റജബ് മാസത്തിന്റെ ഫളലുമായി ബന്ധപ്പെട്ട്, ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ഹദീസുകളൊന്നും വന്നിട്ടില്ല. പല ആളുകളും അതിൽ വ്യത്യസ്തങ്ങളായ നമസ്കാരങ്ങൾ പറയാറുണ്ട്. റജബിലെ ഒന്നാമത്തെ ദിവസം തന്നെ, ആദ്യത്തെ വെള്ളിയാഴ്ച, അല്ലെങ്കിൽ 27-ന് അന്നാണ് ഇസ്രാ മിഅ്റാജ് നടന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളും കാരണങ്ങളും പറഞ്ഞുകൊണ്ട് നോമ്പുകളും നമസ്കാരങ്ങളും ദിക്റുകളും ദുആകളും ഒക്കെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആദ്യത്തെ 10-ൽ ഇന്ന ദിക്റു ചൊല്ലിയാൽ നരകമോചനമുണ്ട്, രണ്ടാമത്തെ 10-ൽ ഇന്ന ദിക്റ് ചൊല്ലിയാൽ, മൂന്നാമത്തെ 10-ൽ ഇന്ന ദിക്റ് ചൊല്ലിയാൽ അതിന് ഇന്നെന്ന ഫളായിലുകളുണ്ട്. ചില ദിക്റുകൾ 70 തവണ ചൊല്ലിയാൽ, അതേപോലെ തന്നെ 100 തവണ ചൊല്ലിയാൽ അതിന് ഇന്നെന്ന പ്രത്യേകതകളുണ്ട്. അതേപോലെ തന്നെ ചില സൽക്കർമ്മങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അതൊക്കെ റജബ് മാസത്തിൽ ചെയ്താൽ പ്രത്യേകതയുണ്ട്. അതേപോലെ തന്നെ 12 റക്അത്ത് നമസ്കാരം, 100 റക്അത്ത് നമസ്കാരം തുടങ്ങിയിട്ടുള്ള നമസ്കാരം, നോമ്പ്, ദിക്ർ, ദുആ
അതേപോലെ തന്നെ മറ്റു സൽക്കർമ്മങ്ങൾ, ഇതൊക്കെ റജബിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ടുള്ള ധാരാളം ഹദീസുകൾ കാണാം. ആ ഹദീസുകളൊന്നും തന്നെ സ്വഹീഹായ നിലക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മറ്റൊരിടത്ത് പറഞ്ഞത് ഇതേ കിതാബിൽ, വഅമ്മൽ അഹാദീസുൽ വാരിദ ഫീ ഫദ്ലി റജബ്, റജബ് മാസത്തിന്റെ ഫദ്ലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകൾ, ഔ ഫീ ഫദ്ലി സിയാമിഹി ഔ സിയാമി ഷൈഇൻ മിൻഹു സരീഹ, വ്യക്തമായ നിലക്ക് ഈ മാസത്തിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ടോ അതേപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ടോ വന്നിട്ടുള്ള റിവായത്തുകൾ, ആ റിവായത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് ഫഹിയാല ഖിസ്മൈൻ, രണ്ട് നിലക്കാണ് ആ റിവായത്തുകളൊക്കെ ഉള്ളത്. ദഈഫ വ മൗളൂഅ, ഒന്ന് ദുർബലമായത് അല്ലെങ്കിൽ കെട്ടിച്ചമച്ചത്, അല്ലാത്തതൊന്നില്ല തന്നെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ മാസവുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ടിട്ടുള്ള പോസ്റ്ററുകളിലും എഴുത്തുകളിലുമൊക്കെ ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിലൊന്നുപോലും തന്നെ സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടില്ല. ഒന്നെങ്കിൽ ദുർബലമായ ഹദീസുകൾ, അല്ലെങ്കിൽ അങ്ങേയറ്റം ദുർബലമായത്, അല്ലെങ്കിൽ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകൾ. എന്നിട്ട് തന്റെ ഈ കിതാബിൽ അദ്ദേഹം ആ നിലക്കുള്ള ദുർബലമായ ഹദീസുകളും മൗളൂആയ ഹദീസുകളുമൊക്കെ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും, റജബ് മാസത്തിന് യാതൊരു പ്രത്യേകതയുമില്ല എന്നാണോ പറയുന്നത്? എന്നാൽ ഹദീസുകളിൽ അതിന്റെ പ്രത്യേകത വന്നിട്ടുണ്ടല്ലോ. നിശ്ചയമായും റജബ് മാസത്തിന് പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒന്നാണ് റജബ് മാസം. ദുൽഖഅദ പോലെ, ദുൽഹിജ്ജ പോലെ, മുഹറം പോലെ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒന്ന് പിന്നെ ഏതാണ്? റജബ് മാസമാണ്. യാതൊരു സംശയവും അതിൽ വേണ്ടതില്ല. സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ മിൻഹാ 4 ഹുറും. ആകാശഭൂമികളെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച അന്ന് തന്നെ വർഷത്തിൽ മാസങ്ങളുടെ എണ്ണം 12ആണ്. അതിൽ 4 മാസം പവിത്രമാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ശരിയായ മതം. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും, ഈ മാസത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ യാതൊരു ദ്രോഹവും ഉപദ്രവവും ചെയ്യാൻ പാടില്ല. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഹമ്മദ് ബിൻ ജരീർ അത്ത്-തബരി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് തന്റെ സനദോടുകൂടി ഉദ്ധരിക്കുന്നത്, ഇവിടെ നിങ്ങൾ നിങ്ങളോട് അതിക്രമം കാണിക്കരുത് എന്ന് പറഞ്ഞത് ഫീ കുല്ലിഹിന്ന, ഈ 12 മാസവും, ഈ 12 മാസവും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരിക്കലും തന്നെ ഒരു അധർമ്മം, ഒരു തെറ്റ്, ഒരു ളുൽമ് ഇസ്ലാം ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ ഒരു കാര്യം അത് ഒരു ദിവസവും നമ്മൾ ചെയ്യാൻ പാടില്ല. പവിത്ര മാസവും പാടില്ല, അല്ലാത്ത മാസങ്ങളിലും പാടില്ല. എന്നാൽ ഈ പവിത്ര മാസങ്ങളിൽ അത് ചെയ്താൽ അത് കൂടുതൽ കുറ്റകരമാണ്. സുമ്മ ഖസ്സ മിൻ ദാലിക 4 അശ്ഹുരിൻ ഫജഅലഹുന്ന ഹുറുമൻ വഅള്ളമ ഹുറുമാതിഹിന്ന വജഅല الذنب ഫീഹിന്ന അഅളമ വൽ അമല الصالح വൽ അജ്റ അഅളമ. അദ്ദേഹം പറയുകയാണ്, ഈ 12 മാസവും നമ്മൾ തെറ്റുകൾ ചെയ്യാൻ പാടില്ല. എന്നാൽ ഈ പവിത്രമായ 4 മാസങ്ങളെ കൂടുതൽ അള്ളാഹു അതിന് പ്രാധാന്യം കൊടുത്തു. ഈ മാസങ്ങളിൽ തെറ്റുകൾ ചെയ്താൽ അത് കൂടുതൽ ശിക്ഷാർഹമാണ്. ഈ മാസങ്ങളിൽ നന്മകൾ ചെയ്താൽ അത് കൂടുതൽ പ്രതിഫലാർഹവുമാണ്. അതുകൊണ്ട് തന്നെ പവിത്രമാസങ്ങളിൽ എല്ലാതരം നന്മകളും നമുക്ക് അധികരിപ്പിക്കാം. പവിത്രമാസങ്ങളിൽ അത് കൂടുതൽ അധികരിപ്പിക്കാം. അതിനു പുറമെ ഇതൊന്നുമല്ലാതെ റജബ് മാസമാണ് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ആ റജബ് മാസത്തിൽ ഇങ്ങനെ ചെയ്താൽ അതിന് ഇന്ന കൂലിയുണ്ട്, അത് ഇത്ര എണ്ണമുണ്ട് എന്നൊക്കെ നമ്മുടെ വക ദിവസം നിശ്ചയിക്കുക, നമ്മുടെ വക പ്രത്യേക നമസ്കാരം നിശ്ചയിക്കുക, നമ്മുടെ വക പ്രത്യേകം ദിക്റുകൾ നിശ്ചയിക്കുക, അതിന്റെ പോരിഷുകൾ നമ്മുടെ വക പറയുക, അതിന് ആധാരമാക്കുന്നത് ദുർബലമായതോ കെട്ടിച്ചമച്ചതോ ആയ ഹദീസുകളായിരിക്കുക, ഇതൊന്നും ഒരിക്കലും പാടില്ലാത്തതാണ്. കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ മാ കാന ലഹുമുൽ ഖിയറ. ഇത് സൂറത്തുൽ ഖസസിലെ ആയത്താണ്. അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നതും അവനാണ് തെരഞ്ഞെടുക്കുന്നതും, നിങ്ങൾക്ക് തെരഞ്ഞെടുക്കുവാൻ അധികാരമില്ല. അഥവാ മനുഷ്യന് മതത്തിൽ ഒരു നിയമമുണ്ടാക്കുവാൻ അധികാരമുണ്ടോ? എല്ലാവരും പറയൂ, എല്ലാവരും പറയൂ, എല്ലാവരും പറയുക എന്താണ്? നമുക്ക് അധികാരമില്ല. അത് അള്ളാഹുവാണ് പറഞ്ഞു തരേണ്ടത്. ഒന്നുകിൽ ഖുർആനിലൂടെ അല്ലെങ്കിൽ സുന്നത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കും. അതല്ലാതെ നമ്മുടെ വക ഒരു ദിവസം നിശ്ചയിക്കാനോ നമ്മുടെ വക ഒരു ദിക്ർ നിശ്ചയിക്കുവാനോ നമുക്ക് പാടില്ലല്ലോ. തെരഞ്ഞെടുക്കേണ്ടത് അള്ളാഹുവാണ്, പോരിശ പറയേണ്ടത് അള്ളാഹുവാണ്. അവനാണ് സ്രഷ്ടാവ്, അവനാണ് തെരഞ്ഞെടുക്കേണ്ടത്. എന്നിരിക്കെ അള്ളാഹു പഠിപ്പിച്ചതിനപ്പുറത്ത് ഇന്ന കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ പാടില്ല. ഇനി അഥവാ വല്ലവരും പറയുകയാണെങ്കിൽ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അത് പറയേണ്ടത്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ തന്നെ റജബ് മാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശക്തമായി വിലക്കുകയും ചെയ്തു സഹാബത്തിനെ.
അതുകൊണ്ട് തന്നെ ഈ റജബ് മാസത്തിന്റെ പോരിശ ആ നിലക്ക് പല ആളുകളുടെയും മനസ്സിലൂടെ കടന്നു വന്ന് മുസ്ലിം ഉമ്മത്തിലേക്കും കടന്നു വന്നതായിരിക്കാം. ജാഹിലിയത്തിൽ അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ ഫറഅ വലാ അതീറ, ഫറഉമില്ല അതീറയുമില്ല. ഫറഅ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന് ആദ്യമുണ്ടാകുന്ന കുട്ടിയെ അവർ അവരുടെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറുത്തിരുന്നു. അതേപോലെ തന്നെ അതീറത്ത് എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അറക്കുന്ന അറവാണ്. ചില ആളുകൾ വിഗ്രഹങ്ങളുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും അറത്തിരുന്നു. അപ്പോൾ റജബ് മാസത്തിലെ പ്രത്യേകമായ ഒരു അറവാണ് അതീറ എന്ന അറവ്. അത് അള്ളാഹുവിന് വേണ്ടി ചെയ്തവരുണ്ട്, വിഗ്രഹങ്ങൾക്ക് വേണ്ടി ചെയ്തവരുണ്ട്. ചില സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ ജാഹിലിയത്തിൽ അത് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ച് തന്നെയാണ് ചെയ്തത്, അത് ഞങ്ങൾ റജബ് മാസത്തിൽ ചെയ്യട്ടെ എന്ന് നബിയോട് ചോദിച്ചപ്പോൾ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്, അൻ നുബൈശത്തൽ ഹുദലി റളിയല്ലാഹു അൻഹു ഖാല സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽതു ഇന്നാ കുന്നാ നഅ്തിറു അതീറതൻ ലനാ ഫിൽ ജാഹിലിയ്യ ഫമാ തഅമുറുന. ഞങ്ങൾ ജാഹിലിയ്യ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അതീറ, ഒരു അറവ് നടത്തിയിരുന്നു. നബിയെ, നിങ്ങൾക്ക് ഞങ്ങളോട് എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബഹു ഫി അയ്യി ഷഹ്രിൻ മാക്കാൻ, ഏത് മാസവും നിങ്ങൾ അറുത്തോളൂ. അങ്ങനെ റജബിനായിട്ടൊരു പ്രത്യേകം കൊടുക്കണ്ട. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി അറക്കുകയും അതിന്റെ മാംസം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നതൊക്കെ ഇസ്ലാം പുണ്യകർമ്മമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് വബറുല്ലാഹ വഅത്ഇമു, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ പുണ്യം ചെയ്യൂ, അഥവാ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചു പുണ്യം ചെയ്യൂ. വഅത്ഇമു, മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കുകയും ചെയ്യൂ. അപ്പോൾ മൃഗത്തെ അറക്കുക, മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കുക, അത് ഏത് മാസവും പുണ്യകരമാണ്. അതല്ലാതെ റജബിന് മാത്രം നിങ്ങളൊരു പ്രത്യേകത കൊടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിക്കുകയാണ്. ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹറശത്ത ഇബ്നുൽ ഹുർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഅയ്തു ഉമറ യദ്രിബു അകുഫൻ നാസി ഫി റജബിൻ, റജബ് മാസത്തിൽ നോമ്പ് നോറ്റ ആളുകളുടെ കൈകൾക്ക് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാണ് അടിച്ചത്? ഹത്താ യളഊഹാ ഫിൽ ജിഫാൻ, പാത്രത്തിൽ കൈയിട്ട് ഭക്ഷണം കഴിക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ട്. കാരണം അവർ റജബ് മാസമല്ലേ എന്ന് റജബ് മാസത്തിന് മാത്രം ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അവർ റജബിൽ നോമ്പ് നോറ്റു. വയഖൂലു കുലു ഫഇന്നമാ ഹുവ ശഹ്റുൻ കാന യുഅള്ളിമുഹു അഹ്ലുൽ ജാഹിലിയ്യ, അദ്ദേഹം പറയാറുണ്ട്, നിങ്ങൾ ഭക്ഷിക്കൂ, കാരണം ഇത് ജാഹിലിയ്യത്തിലെ ആളുകൾ മഹത്വം കൽപ്പിച്ചിട്ടുള്ള മാസമാണ് റജബ്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള അവർ കാണിച്ചതുപോലെയുള്ള ഒരു പ്രത്യേകമായ പവിത്രത കൽപ്പിക്കൽ നമുക്ക് പാടില്ല. എന്നാൽ നമുക്കറിയാം റജബ് മാസം പവിത്ര മാസത്തിൽപ്പെട്ടതാണ്, അതിനെക്കുറിച്ചല്ല ഇവിടെ ഉദ്ദേശം. മറിച്ച് അതിനപ്പുറത്തൊരു പ്രാധാന്യം കൊടുത്ത് ചില പ്രത്യേക ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുക, റജബല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പവിത്ര മാസങ്ങളെക്കാൾ റജബിന് പ്രാധാന്യം കൊടുക്കുക, അന്ന് നോമ്പ് നോൽക്കുക, രാത്രി നമസ്കരിക്കുക, അതൊന്നും പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ നമുക്കറിയാം പല ആളുകളും റജബ് മാസത്തിൽ ഉംറ ചെയ്യാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ വ്യക്തമായ തെളിവ് നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വമഅതവറ ഫീ റജബിൻ ഖത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തിൽ ഉംറ ചെയ്തിട്ടേയില്ല. അപ്പോൾ റജബ് മാസത്തിൽ ഉംറ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ട് എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അല്ലെങ്കിൽ ചെയ്തു കാണിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞിട്ടില്ല. റമളാനിലെ ഉംറക്ക് പ്രാധാന്യമുണ്ട് എന്നത് സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. എന്നാൽ അതല്ലാത്ത നിലക്ക് നമുക്ക് കാണുക സാധ്യമല്ല. അതേപോലെ തന്നെ സ്വലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞുകൊണ്ട് 12 റക്അത്ത് നമസ്കാരം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്നത്, അസ്സലാത്തുൽ മഅറൂഫത്തു ബിസ്സലാത്തിർ റഗായിബി وهي 12 ركعة تصلى بين المغرب والعشاء ليلة أول جمعة في رجب وصلاة ليلة نصف شعبان 100 ركعة وهاتان الصلاتان بدعتان ومنكران قبيحتان ولا يغتر بذكرهما في كتاب قوت القلوب وإحياء علوم الدين. അദ്ദേഹം പറയുന്നത് സ്വലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞുകൊണ്ട് മഗ്രിബിനും ഇശായിനും അടക്ക് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മഗ്രിബിനും ഇശായിനും അടക്ക് 12 റക്അത്ത് നമസ്കരിക്കുന്ന ആ നമസ്കാരവും ശഅബാൻ പകുതിക്ക് 100 റക്അത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരമൊക്കെ മുൻകറത്താണ്, ബിദ്അത്താണ്. ചില കിതാബുകളിൽ അത് രേഖപ്പെടുത്തി എന്നതുകൊണ്ട് ആരും അതിൽ വഞ്ചിക്കപ്പെടരുത്. അതിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ ബാത്തിലാണ്. അതിനെക്കുറിച്ച് അറിയാത്തവർ എഴുതിയതാണ്. അതിനെക്കുറിച്ച് പഠിക്കാത്തവർ, മനസ്സിലാക്കാത്തവർ പലപ്പോഴും അവരുടെ കിതാബിൽ സൂചിപ്പിച്ചിട്ടുണ്ട്.
അവരൊക്കെ അവരിൽ പലരും ആലിമീങ്ങളാണെങ്കിൽ പോലും ഇപ്പറഞ്ഞത് ബിദ്അത്താണ്, മുൻകറത്താണ്, ഹദീസുകൾ യാതൊരു നിലക്കും അതിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് വളരെ കൃത്യമായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വ്യാപകമായി കാണുന്ന ഒരു പ്രാർത്ഥനയാണ് റജബ് മാസം വന്നു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ, അല്ലാഹുവേ റജബ് മാസത്തിൽ നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ, വശഅബാന, ശഅബാനിലും, വബല്ലിഗ്നാ റമളാന, റമളാനിനെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരികയും ചെയ്യണമേ എന്നുള്ള നിലക്കുള്ള ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഇമാം തബറാനി, ഇമാം ബൈഹഖി തുടങ്ങിയ ആളുകളൊക്കെ അവരുടെ ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ്. എന്നാൽ ഈ ഹദീസ് അങ്ങേയറ്റം ദുർബലമാണ്. കാരണം ഈ ഹദീസിലെ 2 റാവിമാർ, ഒന്ന് സായിദത്ത് ബിനു അബിർ റുഖാദ്, അദ്ദേഹമാണ് സിയാദുൻ നുമൈരിയിൽ നിന്ന് പിന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ റിവായത്ത്. ഇതിൽ സായിദത്ത് ബിനു അബിർ റുഖാദ് എന്ന് പറയുന്ന വ്യക്തി അങ്ങേയറ്റം ദഈഫായിട്ടുള്ള വ്യക്തിയാണ്. അബൂ ഹാത്തിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് യുഹദ്ദിസു അൻ സിയാദിൻ നുമൈരി അൻ അനസിൻ അഹാദീസ മർഫൂഅ മുൻകറ, മുൻകറത്തായ വെറുക്കപ്പെട്ട ഹദീസുകളാണ് അദ്ദേഹം ഉദ്ധരിക്കാറുള്ളത്. ഇമാം ബുഖാരി മുൻകറുൽ ഹദീസ് എന്നാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സിയാദു അൻ നുമൈരി എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹത്തെ സംബന്ധിച്ചും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ലഈഫ്, ദുർബലനാണ്. അബൂ ഹാത്തിം പറഞ്ഞിട്ടുള്ളത് ലാ യുഹ്തജു ബിഹി, അദ്ദേഹത്തെ തെളിവാക്കാൻ കൊള്ളുകയില്ല എന്നാണ്. അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുർബലമായ ഹദീസിലാണ് അത് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ദുആ സ്ഥിരപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ മാസത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്താൽ അങ്ങനെയാണ്. ഈ മാസത്തിലെ ഓരോ കാര്യങ്ങൾക്കും ഇന്ന പോരിശയാണ്, മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ഇതിന് ഇന്ന പോരിശയുണ്ട് എന്ന് പറയപ്പെട്ടതൊക്കെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞതുപോലെ അതിലൊന്നുപോലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ദുർബലമായതോ കെട്ടിച്ചമച്ചതോ ആയ ഹദീസുകളിലല്ലാതെ മറ്റു ഫളായിലുകളൊന്നും ഇതിൽ വന്നിട്ടില്ല. എന്നാൽ റജബ് മാസത്തിന് പവിത്ര മാസങ്ങളുടെ പ്രത്യേകതയുണ്ട്. മറ്റു ഏതൊരു മാസങ്ങളെക്കാളും നന്മകൾ വർദ്ധിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നതിനപ്പുറത്ത് മറ്റു പോരിശകളൊന്നും നമുക്ക് കാണുക സാധ്യമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. സത്യം സത്യമായി മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മതത്തിൽ നമ്മുടെ വകയായി ഒന്നും നമ്മൾ കൂട്ടിച്ചേർക്കാൻ പാടില്ല. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്, ഈ മതത്തിൽ ഇല്ലാത്തത് ആര് കൂട്ടിച്ചേർത്താലും അത് തള്ളപ്പെടും. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്, ഞാൻ കൽപ്പിക്കാത്ത അമൽ ആര് ചെയ്താലും അത് മടക്കപ്പെടും, അത് തള്ളപ്പെടും, അത് പരലോകത്ത് ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് എന്ത് കാര്യം പ്രവർത്തിക്കുമ്പോഴും ചെയ്യുമ്പോഴും അത് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതാണോ, ഖുർആനിലുള്ളതാണോ, ഹദീസിൽ സ്ഥിരപ്പെട്ടതാണോ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ, അഇമ്മത്തുകൾ, മുഹദ്ദിസീങ്ങൾ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കിയാണ് ചെയ്യേണ്ടത്. അല്ലാതെ കണ്ടതും കേട്ടതുമൊക്കെ കേട്ടും ഫോർവേഡ് ചെയ്തും ഒരിക്കലും നമ്മളൊരു ഫിത്നയുടെ ആളുകളായി മാറരുത്. അത് പരലോകത്ത് നമുക്ക് വലിയ നഷ്ടം വരുത്തും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ.